യമൻ വീണ്ടും ഒരു വേനൽക്കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. ഒപ്പം യവനികളുടെ ഉപജീവനത്തിൽ പ്രധാനിയായ മുള്ളൻ പഴത്തിന്റെ സീസണും എത്തുന്നു. ഒരു ദശാബ്ദത്തിലധികമായി ആഭ്യന്തര യുദ്ധത്തിൽ ഉലഞ്ഞിരിക്കുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് ചെറുതല്ലാത്ത പിന്തുണയാണ് ഈ പഴം നൽകുന്നത്. സനായിൽ വേനലെത്തിയിരിക്കുന്നു. തെരുവു കച്ചവടക്കാരുടെ കുട്ടകളിൽ മുള്ളൻ പഴങ്ങളും. ഒരു ദശാബ്ദക്കാലത്തിലധികമായി സംഘർഷ മേഖലയായ യമന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പിടിവള്ളിയാണ് ഈ സീസണൽ വിഭവം. പണ്ടത്ര പ്രചാരമില്ലാത്ത ഒരു കാലം മുള്ളൻ പഴത്തിനുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മുള്ളൻ പഴത്തിന് ആവശ്യക്കാരേറുന്നുവെന്ന് കർഷകരും കച്ചവടക്കാരും പറയുന്നു. സാധാരണക്കാരന് താങ്ങാനാവുന്ന വില കുറഞ്ഞ ഒരു പഴം. കാരണം അത്ര ലളിതമാണ്. മുൻപ് വനവിഭവമായിരുന്ന മുള്ളൻ പഴം ഇന്ന് കാർഷിക ഉൽപ്പന്നമായി മാറിയതും അതുകൊണ്ട് തന്നെ. സനായുടെ തെക്കുകിഴക്കുള്ള ഗൈമാൻ കുന്നുകളിലടക്കം വ്യാപകമായി മുള്ളൻ പഴം കൃഷി ചെയ്യുന്നു. ലാഭം കണക്കിലെടുത്ത് തൊഴിൽ രഹിതരായ ഭൂരിഭാഗം യമനികളും മുള്ളൻ പഴത്തിന്റെ കച്ചവടക്കാരായി മാറി. 2015 ആരംഭിച്ച ഹൂതികളും സൗദി സഖ്യസേനയും തമ്മിലെ സംഘർഷം ഇന്നും തുടരുകയാണ്. 2022 പ്രഖ്യാപിച്ച വെടിനിർത്തലിന് 6 മാസം മാത്രമായിരുന്നു ആയുസ്. തുടർച്ചയായ സംഘർഷങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ മറികടക്കാൻ ചെറുകിട വ്യവസായികളും കർഷകരും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. കർഷകർക്ക് ആവശ്യമായ യന്ത്രസഹായവും വിപണന സഹായവും ഈ ചെറുകിട പ്രോസസ്സിംഗ് യൂണിറ്റുകളിൽ നിന്ന് ലഭിക്കുന്നു. ഈ കൂട്ടുകെട്ട് ഓരോ മേഖലയിലും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുന്നു. 2022 UN ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ റിപ്പോർട്ട് അനുസരിച്ച് യമനിലെ ഗ്രാമീണ ജനസംഖ്യയുടെ 73% കൃഷിയെ ആശ്രയിക്കുന്നു. ആകെ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 13% വരുന്ന കാർഷിക വൃത്തിയാണ് രാജ്യത്തെ 20% ഭക്ഷ്യസുരക്ഷയും ഉറപ്പാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മരുപ്രദേശങ്ങളും കുന്നിൻപുറങ്ങളും അടങ്ങുന്ന യമന്റെ ഭൂമിശാസ്ത്രത്തിൽ മുള്ളൻ പഴം പോലുള്ള വിഭവങ്ങളുടെ പ്രാധാന്യം ഏറുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.